ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രൂട്ട് സലാഡെന്നോ ഫ്രൂട്ട് സർബത്തെന്നോ ഒക്കെ പറയാൻ പറ്റില്ലെങ്കിലും അവരുടെ അളിയനോ അനിയനോ ഒക്കെ ആയിട്ടിരുന്ന ഒരു സംഭവം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ട് അതിന് മുന്നേ തന്നെ പാല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഈ മിക്സും കൂടി അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും തന്നെ ഒന്ന് കുറുകി വരും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് നല്ലോണം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ നല്ലോണം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് നല്ലോണം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച ശേഷം പുറത്തെടുക്കാം. പിന്നെ അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, കാരണം എൻ്റെ മക്കളും പഞ്ചസാരയും തമ്മിൽ നല്ല പിണക്കത്തിലിരിക്കുകയാണ്. ഇനി ആ പിണക്കം മാറുമോ ഇല്ലേ, ഇത് ഇങ്ങനെ തന്നെ തുടർന്ന് പോകുമെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് തണുപ്പിച്ച് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിനുശേഷം നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ഇട്ട് കൊടുക്കാം. ഓറഞ്ച്, തണ്ണിമത്തൻ അങ്ങനെയുള്ള ഇട്ട് കൊടുക്കണ്ട. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ പഴവും മാതളവും ആപ്പിളുമാണ് ഉണ്ടായിരുന്നത്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നട്ട്സ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തപ്പോഴത്തേക്കും ബൗൾ നിറഞ്ഞു പോയതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ തന്നെ കസ്കസ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് അല്പം മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാര വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ അല്പം മിൽക്ക് മെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിള്ളേരെ പറ്റിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാമേ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.